everyone, welcome to Kids Area Online. Class 1 English ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. ഓണം എക്സാം അടുത്ത് വരികയാണ്. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? പഠിക്കാൻ റെഡിയാണോ? എന്നാൽ വേഗത്തിൽ എല്ലാവരും ബുക്കൊക്കെ എടുത്ത് കരുതി വെച്ചോളൂ. ബുക്ക് എടുത്തോളൂ. ബുക്കും പെൻസിലും ഒക്കെ എടുത്തോളൂ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ ബാച്ച് അതായത് ഓണം എക്സാം വരെ കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം കഴിയും. സെക്കൻഡ് ടൈം ക്ലാസ്സുകൾ ഓണം എക്സാം കഴിയുമ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ LKG UKG ക്ലാസ്സുകൾ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ഇംഗ്ലീഷും മലയാളവും കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് നൽകുന്ന ക്ലാസ് ആണ് ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ്. ബേസിക് ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അടുത്ത ബാച്ച് വരുന്നത് ജാനുവരിയിലായിരിക്കും. മലയാളത്തിന്റെ റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് ഈ വരുന്ന സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഏത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അത് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ബസ് കാർ. ബസ് കാർ. ബസ് എന്താ പറയുന്നേ? The bus has a horn. Bus has a horn. ബസ്സിന് എന്തുണ്ട്? ഹോൺ ഉണ്ട് എന്ന് പറയുവാണ്. The bus has a horn. ബസ്സിന് ഹോൺ ഉണ്ട്. ഹോൺ കണ്ടല്ലോ. ബസ്സിന് എന്താ ഉള്ളത്? ഹോൺ. It sounds. അതിന്റെ സൗണ്ട് എങ്ങനെയാണ്? അതിന്റെ സൗണ്ട് എങ്ങനെയാ? ഹോങ് 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 ഹോങ്. ഹോണിന്റെ സൗണ്ട് എങ്ങനെയാ? ഹോങ് ഹോങ്. ഓക്കെ, അപ്പോൾ ബസ്സിന്റെ കാര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട്സ്. അതിന്റെ സൗണ്ട് ഹോങ് ഹോങ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കാറാണ്. കാറിന്റെ സൗണ്ട് നിങ്ങൾ പഠിച്ചല്ലോ, പഠിച്ചില്ലേ? യെസ്, എന്തായിരുന്നു? ഓർമ്മിച്ചു നോക്കിയേ. കാറിന്റെ സൗണ്ട് എന്താ നിങ്ങൾ പഠിച്ചേ? അതറിയാമെങ്കിൽ ആൻസർ എഴുതാൻ കഴിയും. ഇവിടെ ബസ്സിന് ഹോങ് ഹോങ് എന്നായിരുന്നു സൗണ്ട്. കാറിന്റെ സൗണ്ട് ഏതാ? ടൂട്ട് 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 ടൂട്ട്. ഓർമ്മിക്കുന്നുണ്ടോ? യെസ്, അപ്പൊ ഓർമ്മിച്ചു വെക്കാം. ബസ്സിന്റെ സൗണ്ട് എങ്ങനെയായിരുന്നു? ഹോങ് ഹോങ്. കാറിന്റെ സൗണ്ട് എങ്ങനെയാണ്? ടൂട്ട് ടൂട്ട്. ഇമ്പോർട്ടന്റ് ആണ്, സൗണ്ട് ഓർമ്മിച്ചു വെക്കാം. ബസ്സിന്റെ സൗണ്ട് ഹോങ് ഹോങ്, കാറിന്റെ സൗണ്ട് ടൂട്ട് ടൂട്ട്. ഓക്കെ, അപ്പൊ കാറിനും എന്തുണ്ട്? ഹോൺ ഉണ്ട്. The car has a horn. ഇവിടെ the bus. ഇവിടെ എന്താണ്? കാർ. The bus has a horn. അതുപോലെ the car has a horn. കാറിന് എന്തുണ്ട്? ഹോൺ ഉണ്ട്. ഇവിടെ it sounds honk honk. അങ്ങനെ കാറിന്റെ അവിടെ എന്ത് എഴുതാം? It sounds toot toot. 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 Toot toot. Okay. ഹോങ്ങിന്റെ സ്പെല്ലിംഗ് HONK. ഹോങ്. ഹോണിന്റെ സ്പെല്ലിംഗ് HORN. ഹോൺ. ഓക്കെ, ഹോങ് ഹോങ്. ടൂട്ടിന്റെ സ്പെല്ലിംഗ് TOOT. ടൂട്ട്. ഇറ്റ് സൗണ്ട്സ് ടൂട്ട് ടൂട്ട്. തെറ്റാതെ പറ്റുമല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ബസ് ആണെങ്കിൽ എങ്ങനെയാ പറയാ? ബസ്സിനും ഹോൺ ഉണ്ട്, കാറിനും ഹോൺ ഉണ്ട്. ദ ബസ് ഹാസ് എ ഹോൺ. കാറിനും ഒരു ഹോൺ ഉണ്ട്. ദ കാർ ഹാസ് എ ഹോൺ. ബസ്സിന്റെ ഹോണിന്റെ സൗണ്ട് എങ്ങനെയാണ്? ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. കാറിന്റെ ഹോണിന്റെ സൗണ്ട് എങ്ങനെയാണ്? ഇറ്റ് സൗണ്ട്സ് ടൂട്ട് ടൂട്ട്. അപ്പൊ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. നിങ്ങളൊന്ന് എഴുതി നോക്കിയേ, സ്പെല്ലിംഗ് ഒന്ന് കാണാതെ എഴുതി നോക്കിയേ. ഹോങ് ടൂട്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. ഹോണിന്റെ സൗണ്ട് എഴുതി നോക്കുക. HORN. ഹോൺ. HORN. ഹോൺ. ഹോങ്ങിന്റെ സ്പെല്ലിംഗ് HONK. ഹോങ്. ഹോങ് ഹോങ്. ഇനി കാറിന്റെ ഹോണിന്റെ സൗണ്ട് എങ്ങനെയാണ്? ടൂട്ട്. TOOT. ടൂട്ട്. അപ്പൊ സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. ഇത്രയും ഓർമ്മയിരിക്കുമല്ലോ. അടുത്തത് ആക്ടിവിറ്റി 2. ബസിന്റെ പാർട്സ് പറയുവാണ്. ഇതെന്താണ് പറയാ? ഹോൺ. മൈ
ഹോൺ എൻ്റെ ഹോൺ. ഹോൺ HORN ഹോൺ മൈ ഹോൺ. ബസ് അടുത്ത് എന്താ പറയുന്നത്? ഇതെന്താണ്? വീൽ മൈ വീൽ എൻ്റെ വീൽ. എൻ്റെ ഹോൺ എൻ്റെ വീൽ. ബസ് എന്തൊക്കെയാ പറയുന്നേ? മൈ ഹോൺ എൻ്റെ ഹോൺ HORN ഹോൺ. ഇതെന്താണ്? വീൽ മൈ വീൽ MY മൈ. വീലിന്റെ സ്പെല്ലിംഗ് എന്താ? WHEEL വീൽ. WHEEL വീൽ. WHEEL വീൽ. ഇതെന്തായിരുന്നു? ഹോൺ. ഇതെന്താണ്? വീൽ. ഓക്കെ, ഇപ്പൊ കാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മൈ ഹോൺ മൈ വീൽ. സ്പെല്ലിംഗ് ഓർമ്മയുണ്ടല്ലോ. HORN ഹോൺ. WHEEL വീൽ. ഇനി കാർ എന്തൊക്കെയാ പറയുന്നേ? ഇതെന്താണ്? ലൈറ്റ് ലൈറ്റ് മൈ ലൈറ്റ് LIGHT ലൈറ്റ് LIGHT ലൈറ്റ് LIGHT ലൈറ്റ്. ഓക്കെ, മൈ ലൈറ്റ്. ഇതെന്താണ്? കാർ പറയുന്നത് ഇതെന്താണ്? സീറ്റ് മൈ സീറ്റ് SEAT സീറ്റ് SEAT സീറ്റ് SEAT സീറ്റ്. ബസ് എന്തൊക്കെ പറഞ്ഞു? മൈ ഹോൺ മൈ വീൽ. കാർ എന്തൊക്കെ പറഞ്ഞു? മൈ ലൈറ്റ് മൈ സീറ്റ്. ഓക്കെ, അപ്പോൾ പാർട്സ് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ അറിയാലോ. ഇത് ഹോൺ, ഇത് വീൽ, ഇത് ലൈറ്റ്, ഇത് സീറ്റ്. ഓക്കെ, പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ ഹോണിന്റെ സ്പെല്ലിംഗ് എഴുതി പഠിക്കുക, വീലിന്റെ സ്പെല്ലിംഗ് എഴുതി പഠിച്ചിട്ട് പോവുക, ലൈറ്റിന്റെ സ്പെല്ലിംഗ് എഴുതി പഠിച്ചിട്ട് പോവുക, സീറ്റിന്റെ സ്പെല്ലിംഗ് എഴുതി പഠിച്ചിട്ട് പോവുക. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.